പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീന് അനിയെ നന്ദുവിനോടുള്ള പ്രണയം അറിയിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട്. ഞാനിതെങ്ങനെ അവളോട് പറയും? പിന്നെ അവളിതറിഞ്ഞാൽ നവീനേട്ടനോട് അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതും കല്യാണത്തിന് സമ്മതമല്ല എന്നുള്ളതും പറയാൻ അവളെ കൊണ്ട് സാധിക്കില്ല. കാരണം അത്രയ്ക്കും നല്ലൊരാളാണ് നവീനേട്ടൻ. ഇതിപ്പോൾ നന്ദുവിനെ ആകെ കുഴപ്പത്തിലാക്കുമല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക ഈശ്വര? എൻ്റെ കൈപ്പിടിയിൽ നിന്നും എല്ലാം നഷ്ടപ്പെടുത്തുകയാണോ? ഞാൻ ആഗ്രഹിച്ചതൊന്നും നീ തരുന്നില്ലല്ലോ എന്നിങ്ങനെയൊക്കെ വേവലാതിപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഈശ്വരനോട് പരാതി പറയുകയാണ് അനി. അങ്ങനെ പിന്നീട് രണ്ടിലൊരു കാര്യം തീരുമാനിക്കുകയാണ്. എന്തായാലും വേണ്ടിയില്ല, എനിക്ക് ഈശ്വരൻ വിധിച്ചത് ഇങ്ങനെയായിരിക്കും. നന്ദു തീരുമാനം എടുക്കട്ടെ. എന്തായാലും എന്നെ ഏൽപ്പിച്ച കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം എനിക്ക് വേണ്ടിയിട്ട് അത്രയ്ക്കും ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുള്ള, ഞങ്ങളെ കുടുംബത്തെ രക്ഷിച്ചിട്ടുള്ള ഒരാളാണ് നവീനേട്ടൻ. അതുകൊണ്ട് നന്ദികേട് കാണിക്കാൻ പാടില്ല. ഇനി ഈശ്വരൻ തീരുമാനിക്കുന്നത് പോലെ നടക്കും. എന്തായാലും എന്നോട് നവീനേട്ടൻ ഏൽപ്പിച്ച കാര്യം ഞാൻ നന്ദുവിനോട് പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാണ് അനി. അങ്ങനെ ഒടുവിൽ അനി നന്ദുവിനെ വിളിച്ചിട്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണാനുണ്ട്. നീ പെട്ടെന്ന് തന്നെ നമ്മൾ കാണാറുള്ള ആ ഒരു ഷോപ്പുണ്ടല്ലോ, പുഴവക്കത്തിരുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ കാണാറുള്ള ആ ഒരു ഷോപ്പിലെ അങ്ങോട്ടേക്ക് വരണം. നമുക്ക് അല്പനേരം സംസാരിച്ചിരിക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് ചില ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താടാ, എന്ത് പറ്റി? ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതല്ലാതെ ഇനിയിപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും സംഭവം നടന്നോ? അബിയേട്ടൻ എന്തെങ്കിലും അവിടെ കാണിച്ചു കൂട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അബിയേട്ടനോ ഒന്നും പ്രശ്നം, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, നീ എത്രയും പെട്ടെന്ന് വരണം, ഞാൻ എന്തായാലും ഇപ്പോൾ ഇറങ്ങാൻ പോവാണ് എന്നൊക്കെ വിളിച്ചിട്ട് നന്ദുവിനോട് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ പിന്നീട് നന്ദു നമ്മുടെ അനി വരാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ്. നന്ദു എത്തുന്ന സമയത്ത് അനി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആഹാ, എന്നെ വിളിച്ച പാടെ നീ ഇങ്ങോട്ട് പോന്നോ? ഇത്രയും പെട്ടെന്ന് എത്തിയോ? എന്താ തിരക്കിട്ട് എന്നോട് പറയാനുള്ളത്? എന്താ പ്രശ്നം? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുള്ളത് എന്താടാ? പിന്നെ നിൻ്റെ മുഖത്ത് ഇന്നലെ ശ്രദ്ധിച്ചു, നിനക്ക് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ ഉള്ളതുപോലെ തോന്നി. നിൻ്റെ സംസാരത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ളതുപോലെ തോന്നി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇതിനെന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നീയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. എന്നോടൊരു കാര്യം നവീനേട്ടൻ പറയാൻ ഏൽപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്താ ആ പെൺകുച്ചിൻ്റെ കാര്യമാണോ? നവീനേട്ടൻ സ്നേഹിക്കുന്നത് ആരെയാണ് എന്നുള്ളത് നിന്നോട് പറഞ്ഞോ? ഇനി അത് നിനക്കറിയുന്ന പെൺകുട്ടിയാണോ? അതുകൊണ്ടാണോ നിന്നെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അതെ, എനിക്ക് അറിയാവുന്ന കുട്ടിയാണ്, എനിക്ക് ഏറ്റവും അടുത്ത കുട്ടിയാണ്, അവളോട് എങ്ങനെ പറയണം എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ പറഞ്ഞാൽ നല്ലൊരു ചെക്കനല്ലേ, നവീനേട്ടനെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയ്ക്കും തൻ്റെ ഇടമുള്ള ഒരു ആളാണല്ലോ നവീനേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം നമ്മുടെ അനിക്കാണെങ്കിലും സങ്കടം വരുന്നുണ്ട്. എന്തായാലും നവീനേട്ടൻ പ്രണയിക്കുന്നത് ഇവളെയാണ് എന്നുള്ളത് അറിയുമ്പോൾ ഇവൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഒടുവിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ നന്ദു, ആരാണെന്നുള്ളത് എന്നോടെങ്കിലും ഒന്ന് തുറന്ന് പറ, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ നവീനേട്ടന് വേണ്ടിയിട്ട് നമ്മൾ സാധിച്ചു കൊടുക്കണം. കഴിയാത്തതായിട്ടുള്ളതൊന്നും നവീനേട്ടൻ പറയില്ലല്ലോ. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണം. ഞാനാണെങ്കിൽ എന്തായാലും സാധിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ആ ഒരു സംസാരമൊക്കെ നമ്മുടെ അനിയെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ പറയുന്നുണ്ട്, എടോ, എനിക്ക് ഏറ്റവും പറയാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് ഞാൻ തന്നോട് പറയാൻ പോകുന്നത്. നവീനേട്ടൻ പ്രണയിക്കുന്നത് മറ്റേ ആരെയുമല്ല, വനിതാ പോലീസിനെയാണല്ലോ പ്രണയിക്കുന്നതെന്ന് പറയുന്നത്, അത് നീയാണ് നന്ദു എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ നന്ദുവിനാകെ ഷോക്കാവാണ്. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി നീ എന്താ ഈ പറയുന്നത്? നീ വെറുതെ തമാശയ്ക്ക് വരുന്ന പറയല്ലേ. നവീനേട്ടൻ എന്നെ ആ രീതിയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും കാലം അറിഞ്ഞിട്ടും എന്നോട് ആ ഒരു രീതിയിലുള്ള ഒരു അടുപ്പവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നവീനേട്ടനെ ഞാൻ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. എന്താ ഈ പറയുന്നത്?
എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, നന്ദു അതാണ് സത്യം, നിന്നെ നവീനേട്ടൻ പ്രണയിക്കുന്നുണ്ട്. ഞാൻ പ്രണയിക്കുന്നതിന് മുമ്പ് തന്നെ നവീനേട്ടൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നിന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് നവീനേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം കൊണ്ട് നിന്നോട് പറയാൻ ഒരു ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം അയാൾ വിവാഹം കഴിക്കാതെ നടന്നത്. നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പം നമ്മുടെ നന്ദു ആകെ പൊട്ടിക്കരയുകയാണ്. അനി നിൻ്റെ വായിൽ തന്നെ ഇതെനിക്ക് കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് എത്രയും വേദനയുള്ള കാര്യമാണെന്നുള്ളത് നിനക്കറിയാലോ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിനക്ക് പറയായിരുന്നില്ല എന്നൊക്കെ പറയുമ്പം നവീനേട്ടന് അത്രയ്ക്കും ആത്മവിശ്വാസത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ കാര്യം പറയുക, പിന്നെ നമ്മുടെ കാര്യം തന്നെ നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും ഉറപ്പായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുക. നമ്മൾ പ്രണയിക്കുന്നു, ഇഷ്ടപ്പെടുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് എല്ലാ കാര്യവും ചെയ്തു തന്ന നവീനേട്ടൻ ഒരു കാര്യം പറയുമ്പോൾ തിരിച്ച് മനസ്സ് വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നിയില്ല നന്ദു. ഇനി നിനക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത് എന്നുള്ളത്. എനിക്കിതൊന്നും അറിയില്ല, എനിക്ക് ആകെ തല പെരുക്കുന്നുണ്ട്, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അനി അങ്ങനെ പറഞ്ഞു പോയതിൽ നമ്മുടെ നന്ദുവിനും വളരെ വിഷമമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈശ്വര നീ എന്ത് പരീക്ഷണമാണ് തരുന്നത്, നവീനോട്ടിന് എനിക്ക് പറ്റില്ല എന്നുള്ളതൊക്കെ എങ്ങനെയാണ് പറയുക, ആ മുഖത്ത് നോക്കി എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈശ്വര, എന്തൊരു വിധിയാണ് നീ എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാകെ സങ്കടപ്പെട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് നന്ദു.